അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ തെങ്ങും പൂക്കല വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ ഒരു തെങ്ങും പൂക്കലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന തെങ്ങും പൂക്കല അധികം മുറ്റില്ലാത്ത പിഞ്ച് തെങ്ങും പൂക്കല നോക്കി എടുക്കുക. നമ്മൾ ഒരെണ്ണം എടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ വരണം. ഇതാണ് അധികം മുറ്റില്ലാത്ത തെങ്ങും പൂക്കല. അപ്പൊ ഈ തെങ്ങും പൂക്കലയുടെ 2 ഭാഗം നമുക്ക് വേണ്ട, ഈ ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ തെങ്ങും പൂക്കല ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ തണ്ട് ഭാഗം, ഈ ഒരു ഭാഗം കട്ടിയുള്ള ഭാഗം ഞാൻ എടുത്തിട്ടില്ല. അതിന്റെ തളിരുള്ള പിഞ്ചായിട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത പൂക്കുല ഒരു 3 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഞെരടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ആണ് എടുത്തിട്ടുള്ളത്. 2 അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങ ചിരകി എടുത്തതിലേക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2-ാം പാലും 3-ാം പാലും ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ 3-ാം പാലാണ്. അപ്പൊ 2 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ള 3-ാം പാല് ഒരു 2 കപ്പ് ഉണ്ട്. അപ്പൊ 2-ാം പാല് 2 കപ്പാണ്. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലും, പിന്നെ അതിനുശേഷം 2-ാം പാല് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുത്തിട്ടുള്ള 2-ാം പാല്, പിന്നെ 3-ാം പാല് വീണ്ടും ആ തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള 3-ാം പാലുമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-ാം പാലും 3-ാം പാലും ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1-ാം പാല് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ പാല് 2-ാം പാലും 3-ാം പാലും നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പ പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം, കട്ടകളൊന്നുമില്ല. അപ്പോൾ അത് നല്ല കുറുകിയ 1-ാം പാല്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന 1 കപ്പ് പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത പൂക്കുല ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ച 2-ാം പാലും 3-ാം പാലും ഇല്ലേ, അതിൽ നിന്നും കുറച്ച് ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഇത് വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ വെന്ത് വന്നോളും. അപ്പോൾ 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം അത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിന് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തെങ്ങും പൂക്കുല വേവിച്ചെടുത്തത് ചൂട് മാറാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കരിപ്പട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉരുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ട് ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കാം. ഇനി കരിപ്പട്ടി ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കരിപ്പട്ടിയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് കുറച്ച് ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത്. കരിപ്പട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിൽ ചെയ്യാം. കുറച്ചും കൂടി ആരോഗ്യത്തിന് നല്ലത് കരിപ്പട്ടിയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കരിപ്പട്ടി കട്ടകളെല്ലാം മാറി ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ചുക്ക് 3 എടുത്തിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്റ്റാറാണ്, തക്കോലമാണ്, ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്. അയമോദകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അയമോദകമാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ, എരിവൊക്കെ മുന്നിട്ട് നിൽക്കണം, കുറച്ച് എരിവ് വേണം എന്നുള്ളവർക്ക് 2 ടീസ്പൂൺ കുരുമുളകൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ലാസ്റ്റിൽ ഇതിൻ്റെയൊക്കെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 ഏലക്കയാണ്. ഏലക്കയുടെ ആ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ സീഡ് മാത്രം നമുക്ക് എടുക്കാം. തൊണ്ട് മാറ്റിയിട്ട് ആ സീഡ് മാത്രം എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് റോസ്റ്റായി വരും. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയി. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനം കൽക്കണ്ടാണ്. ആരോഗ്യത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ പനം കൽക്കണ്ട്. പനം കൽക്കണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാമാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പനം കൽക്കണ്ടം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പനം കൽക്കണ്ടം പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് മിക്സിയിൽ ഈ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ തെങ്ങും പൂക്കുല വേവിച്ചെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്ടുരുളിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓട്ടുരുളി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ തെങ്ങും പൂക്കല അരച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാലും 3-ാം പാലും കൂടെ മാറ്റി വെച്ചില്ലേ നേരത്തെ, തെങ്ങും പൂക്കല വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പനം കൽക്കണ്ടം ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഈ പനം കൽക്കണ്ടത്തിൽ ഒരുപാട് മധുരം ഉണ്ടാവില്ല, പക്ഷെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പനം കൽക്കണ്ടം. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് തെങ്ങും പൂക്കുല ലേഹ്യം. രക്തത്തിലെ ഷുഗറിന്റെ ലെവൽ കുറച്ച്, കൊളസ്ട്രോൾ ഒക്കെ കുറച്ച്, BP കൺട്രോൾ ആക്കി വെക്കാനും, അതുപോലെ തന്നെ കരളിനെ ശുദ്ധീകരിച്ച് വിഷാംശങ്ങളൊക്കെ പുറന്തള്ളി കരളിന്റെ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താനും, ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങളൊക്കെ പുറത്താക്കി രക്തം ശുദ്ധീകരിക്കാനും, ശരീരത്തിലെ അലർജി ചൊറിച്ചിലൊക്കെ മാറ്റാനും, അതുപോലെ തന്നെ വാതസംബന്ധമായ വേദനകൾ മാറ്റാനും, വയറുവേദന മാറാനും, പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്തുണ്ടാകുന്ന വേദനകൾ മാറാനും, അതുപോലെ വയറിളക്കം മാറാനും ഒരുപാട് നല്ലതാണ് ഈ തെങ്ങിൻ പൂക്കുല ലേഹ്യം. നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഉലുവയും അയമോദകവും ഏലക്കയും തക്കോലും അതുപോലെ തന്നെ ചുക്കും കുരുമുളകൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലൊന്ന് കുറുകി വരും. അപ്പോൾ ഇതുപോലെ ദേഹത്തൊക്കെ തെറിക്കും. കുറച്ച് മാറി നിന്നിട്ട് ഇളക്കുക. ഈ ഒരു സമയം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ചേർത്ത് കൊടുക്കുക. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ, 2 കപ്പ് 1-ാം പാലിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കി വെച്ചിരിക്കുന്നു. ഒന്നുകൂടി കലക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം.
പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ചർമ്മത്തിലെ പാടുകളൊക്കെ മാറാൻ ഒരുപാട് നല്ലതാണ് ഈ ലേഹ്യം. മുഖക്കുരു, കറുത്ത പാടുകളെല്ലാം മാറ്റി മുഖം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. ഇത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കഴിക്കണം. പിന്നെ ദഹനം നന്നായി നടക്കാനും നടുവേദന, മുട്ടുവേദന, കൈകാലുകൾക്കുണ്ടാകുന്ന വേദനകളൊക്കെ മാറ്റാനും വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, കൊച്ചു കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. കൂടുതലും ഉപയോഗിച്ച് വരുന്നത് പ്രസവരക്ഷാ സമയത്താണ് ഈ പൂക്കുല ലേഹ്യം സ്ത്രീകൾക്ക് കൊടുക്കാറുള്ളത്. ഇതിനൊക്കെ മാറുന്നതിന് ഒരുപാട് നല്ലതാണ്. പൂക്കുല ലേഹ്യം 1 മാസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന നടുവേദന, മുട്ടുവേദന, കൈകാല് വേദന മാറിക്കിട്ടും. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഉരുളിയിൽ നിന്ന് നമുക്കിത് വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് തിളച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പുറത്തൊക്കെ തെറിക്കും. അതുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് തേങ്ങാപ്പാലിലാണല്ലോ ചെയ്തിട്ടെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതാ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് കുറുകി ഉരുളിയിൽ നിന്ന് നമുക്കിത് വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നെയ്യ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറുക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസം വരും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാകം ആവുള്ളൂ. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പാകം. അപ്പോൾ കണ്ടില്ലേ, ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ ഒരു സമയം എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറട്ടെ. ഇതിങ്ങനെ തന്നെ വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഈർപ്പൊന്നുമില്ലാത്ത വെയിലത്ത് വെച്ച് ഉണക്കുക. ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ഇത് 1 മാസത്തേക്കുള്ളതാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 1 മാസത്തേക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി, നീർക്കെട്ടൊക്കെ മാറി, ശരീരത്തിലുള്ള എല്ലാ വേദനകളും മാറി കിട്ടുന്നതിന് 1 സ്പൂൺ ദിവസവും കഴിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്